നിങ്ങൾ ഏത് ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിലും ഉറപ്പായിട്ടും എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത് കേട്ടോ. കാരണം ഇങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഡയറക്റ്റ് റിവ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. നല്ലൊരു അടിപൊളി ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഇത്രയ്ക്കങ്ങ് ഞാൻ പറ്റിക്കപ്പെടുന്നു. ഒരിക്കലും ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതിൻ്റെ ബാക്ക് കവർ നോക്കി ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും അതൊക്കെ ഒബ്സർവ് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് വലിയൊരു ചതി, എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയ കാര്യം എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇങ്ങനൊരു മിസ്റ്റേക്ക് ഒരിക്കലും ഒരു ബ്രാൻഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പം ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കുറേ നാളുകൊണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചേക്കുന്ന ഒരു പ്രോഡക്റ്റ് എനിക്ക് വാങ്ങിക്കാൻ പറ്റി. അത് ഒന്നല്ല രണ്ടെണ്ണം വാങ്ങിക്കാൻ പറ്റി. അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച് കുറേ നാളുടെ ചില പ്രോഡക്റ്റ്സൊക്കെ ഉള്ളൂ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച് നോക്കിയിരുന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു വാങ്ങിച്ച പ്രോഡക്റ്റായിരുന്നു ഇത് ഒരു കൺസീലറാണ് കേട്ടോ. ഒരു അടിപൊളി കൺസീലർ, ഒരു ഹൈ എൻഡ് ബ്രാൻഡിൻ്റെ ഒരു ഡ്യൂപ്പായിട്ട് വരും. പക്ഷേ ഫുൾ കവറേജ് ഫൗണ്ടേഷനായിട്ടാണ് പറയുന്നത്. ഈ ബോക്സ് ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണാൻ ഏത് പ്രോഡക്റ്റാണെന്നത്, എന്ത് ബ്രാൻഡാണെന്നത്. ടിപ്സി ബ്യൂട്ടിയുടെ ഒരു കൺസീലർ, ഫുൾ കവറേജ് കൺസീലർ, ഹാങ് ഓവർ പ്രൂഫ്. സോറി കേട്ടോ, വെരി വെരി സോറി. ഇത് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. ഇത് റിയൽ റിയാക്ഷൻ ആൻഡ് റിയൽ വോയിസ് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അതെന്താണെന്ന് പുറകെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങിച്ചത് 2 കൺസീലറാണ്. ഫുൾ കവറേജ് കൺസീലർ, അടിപൊളി ഒരു കവറേജുള്ള കൺസീലറാണ്. കൺസീലർ തന്നെ ഇനഫാണ്, അത്യാവശ്യം ഫേസിൽ നിന്നാണ് ഇത് പറയുന്നത്. നല്ല കൺസീലറാണ്. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് 04 ബ്രെല്ലിയാസ്, BAILERYS. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ആ കൺസീലറും നെക്സ്റ്റ് ഒരു ബ്രാൻഡ് BRANDY ബ്രാൻഡ് 06 എന്ന ഒരു ഷെയ്ഡുമാണ്. 2 ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചതിൻ്റെ മെയിൻ കാര്യം, കാരണം ഇതിൽ ഏത് ഷെയ്ഡായിരിക്കും കറക്റ്റ് ഒരു ഏകദേശം ഒരു ഊഹം വെച്ചാണ് ഷെയ്ഡ് മാച്ച് വാങ്ങിച്ചത്. അതിൽ ലൈറ്റർ ആണെങ്കിൽ നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം, മറ്റേത് ഡാർക്കർ ആണെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ മിക്സ് മാച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ 2 ഷെയ്ഡ് വാങ്ങിച്ചത്. കാരണം നമുക്ക് ഷെയ്ഡ് വാങ്ങിക്കുമ്പോൾ ഒരു ഉറപ്പില്ലെങ്കിൽ ഒരു 2 ഷെയ്ഡ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ കറക്റ്റ് ഷെയ്ഡ് അത്യാവശ്യം നോക്കി അതിൻ്റെ അടുത്തുള്ള ഷെയ്ഡ് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ആ ഒരു 04 ഷെയ്ഡ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി അതെനിക്ക് ഫെയർ ആണ്, അത്യാവശ്യം ലൈറ്ററാണ്, എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടും ലൈറ്ററാണ്. പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ അത് തോന്നിയില്ല. സ്ക്രീൻ കണ്ടപ്പോൾ ഞാൻ വെച്ച് എക്സാക്റ്റ് മാച്ച് ഇതായിരിക്കും, നല്ലൊരു കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സിൻ്റെ താഴെ ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നോക്കിയപ്പം ഫെയറാണ്. കണ്ടപ്പോഴും മനസ്സിലാക്കണം ഒരു ഗ്രേയിഷ് ടച്ച് വരുന്നുണ്ട്. കാരണം എൻ്റെ പിഗ്മെൻറ്റേഷൻ കവർ ആവുന്നുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊരു ഗ്രേ കളറായിട്ട് പാച്ച് ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഒരു ഓറഞ്ച് കറക്റ്റർ വെച്ചൊരു കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു ഭൂതം പോലെ ഇരിക്കുന്നുണ്ട് തോന്നും. അതുകൊണ്ട് ഞാൻ സ്വാച്ച് ചെയ്ത് കൂടെ കാണിച്ചില്ല. കണ്ടേ എന്ത് ലൈറ്റ്, എൻ്റെ സ്കിന്നിനെക്കാട്ടി എന്ത് ലൈറ്റാണെന്നുള്ളത് സ്വാച്ച് ചെയ്യപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ അടിപൊളി ഷെയ്ഡ് കൺസീലർ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ 04 ആണ് എടുക്കുന്നത്. 04 എടുത്തപ്പം 06 എടുത്തപ്പം ഡീപ്പറാന്ന് വിചാരിച്ചു, ഹൈ ആയിട്ട് ഡീപ്പറായിരിക്കും. ഇത് ഞാൻ 2 കൂടെ മിക്സ് ചെയ്തേ എൻ്റെ ഫേസിൽ കൺസീലറായിട്ട് ഇടാൻ ഒക്കുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്ലൈ ചെയ്തപ്പം എനിക്ക് തോന്നി, എന്നെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പം തോന്നി ഏകദേശം സെയിം ഷെയ്ഡാണെന്ന് തോന്നി. അപ്പോൾ ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തപ്പം സ്കിന്നുമായിട്ട് അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി. നല്ല ഒരു കൺസീലറെ കാട്ടി ഒരു തിക്നെസ്, ഒരു ഫൗണ്ടേഷൻ കൺസീലർ കൂടെ മിക്സായി അങ്ങനെ ആയിരിക്കും, ആ ഒരു കൺസിസ്റ്റൻസിയാണ് തോന്നുന്നത്. കണ്ട് അപ്ലൈ ചെയ്തപ്പം ഒരു ഓറഞ്ച് കറക്റ്ററിൻ്റെ ഒരു ടിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ്റെ പ്ലേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് മാച്ച് ആവുകയും ചെയ്യും, നല്ലൊരു കവറേജും കിട്ടുന്നുണ്ട്. ആ ഒരു എക്സ്പ്രഷനാണ് എൻ്റെ ഫേസ്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും, കാരണം 2ഉം എനിക്ക് തെറ്റുപറ്റിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടിപൊളിയാണ്, എനിക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ സ്വാച്ച് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം എൻ്റെ സ്കിന്നുമായിട്ട് എൻ്റെ ഷെയ്ഡുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന്. ഇത് നല്ല അത്യാവശ്യം ഒരു ഓറഞ്ച് ടച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓറഞ്ച് കൺസീലറിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറുതായിട്ട് ബ്രൈറ്റൻ അപ്പ് ചെയ്യണമെങ്കിൽ മറ്റേ ലൈറ്റർ ഷെയ്ഡും കൊണ്ട് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്താലും മതി. അപ്പോൾ എൻ്റെ ഈ എക്സ്പ്രഷൻ ലൈവായിട്ട് എടുക്കണമെന്ന് സത്യമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത്.
ശരിക്കും അത് പറ്റിയില്ല. പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പുറകെ പറയുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇത് ഒരിക്കലും ബ്രാൻഡിങ്ങിന് ചെയ്യാൻ പാടില്ല കേട്ടോ. കാര്യം നമ്മൾ പൈസ കൊടുത്താണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഈ കസ്റ്റമേഴ്സിന് കുറച്ചെങ്കിലും ഒന്നെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക. ഇതുപോലത്തെ വേറൊരു ബ്രാൻഡ് ഞാൻ അവർ തെറ്റുപറ്റിയപ്പോൾ 2 പ്രാവശ്യം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് അവർ റീപ്ലേസ് ചെയ്തെന്ന് അതിന് റെസ്പോണ്ട് ചെയ്തു. അതാണ് നമുക്ക് അത്യാവശ്യം. നമുക്ക് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ഷെയ്ഡ് ഞാൻ മിക്സ് മാച്ച് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടും കൺസീലർ. കാരണം കൺസീലർ ഞാൻ ഈ കൺസീലർ കുറേ നാൾ വാങ്ങിക്കണം വിചാരിച്ചിരുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺസീലർ, കാരണം ഇത് അത്യാവശ്യം പ്രൈസിയാണ്. ഞാൻ വാങ്ങിച്ചപ്പം ഓഫറിലാണ്, രണ്ടും ഓഫറിലായതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത്. എന്താ പറയുക, ഓഫർ എന്ന് പറയാത്ത രണ്ടിനും ഏകദേശം പ്രൈസ് കുറച്ചിട്ട് അവർ വേറൊരു പ്രോഡക്റ്റിന് പ്രൈസ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇട്ട്. അപ്പം കുറവാണെന്നും പറയാൻ ഒക്കത്തില്ല, കൂടുതലാണെന്നും പറയത്തില്ല. ഓക്കെ, എനിക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ കൺസീലർ എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് പ്രശ്നമേ ഇല്ലായിരുന്നു. എനിക്ക് നല്ല എൻ്റെ ഒരു മിസ്റ്റേക്ക്, കാരണം സ്ക്രീനിൽ കാണുന്നത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ച് മാറുന്നതായിരിക്കും. എനിക്ക് ന്യൂട്രൽ ടോണാണ്. കാരണം എനിക്ക് ചില സമയത്ത് വോം ടോണും ഓക്കെയാണ്, കൂൾ ടോണും ഓക്കെ ആയിരിക്കും. ചിലതൊക്കെ കൂൾ ടോൺ എനിക്ക് ഓക്കെ വരുന്നുണ്ട്, വോം ടോൺ ഗ്രേ ആവുന്ന ചാൻസും ഉണ്ട്, ഡാർക്കർ ആവാനും ചാൻസ് ഉണ്ട് ചില ഷെയ്ഡ്സ്. എൻ്റെ ന്യൂട്രൽ ടോൺ ആയതുകൊണ്ട് എനിക്ക് ഞാനിത് മിക്സ് മാച്ച് ചെയ്തായാലും ഞാൻ ഈ കൺസീലർ യൂസ്. അപ്പോൾ മിക്സ് മാച്ച് ചെയ്ത് ഞാൻ നോക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ കയ്യിൽ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കവർ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ലോണം കവർ ആവുന്നുണ്ട്. നല്ല ഡാർക്ക് കളറൊക്കെ ആയാലും നമ്മൾ എൻ്റെ കയ്യിലുള്ള ഡാർക്കർ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫെയർ ഒന്ന് അപ്ലൈ വന്നെങ്കിൽ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവട്ടെ. നമ്മൾ ഈ ഫെയർ ആയിട്ടുള്ള കൺസീലറൊക്കെ അതിൻ്റെയൊക്കെ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോ ഒരുപാട് ഈ ടോപ്പിക്കും വിട്ട് വേറെ ഏതെങ്കിലും ടോപ്പിക്കിലോട്ട് പോകും. അപ്പം ഇത് ഞാൻ ഒന്ന് കൺസീലർ നോക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ലോണം ബ്ലെൻഡ് ആവുന്നുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഫേസിൽ അപ്ലൈ ഞാൻ സ്കിന്നിൽ കുറച്ച് ആ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തും ഡാർക്ക്നെസ് ഉള്ളിടത്താണ് ഞാൻ അപ്ലൈ ചെയ്ത്. അവിടെ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നില്ല. കാരണം നല്ലൊരു കവറേജ്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പ്രൈസാണ് നോക്കുന്നത്. പ്രൈസ് നോക്കിയപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ സംശയം ശരിയാണെങ്കിൽ രണ്ടിനും അത്യാവശ്യം പ്രൈസ് അവർ കുറച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് 492, ഒരെണ്ണത്തിന് 490, രണ്ട് കൺസീലറിന് 492 ആണ് ഇവർ എടുത്തേക്കുന്നത്. പക്ഷേ ഈ രണ്ടിനും 492 എടുത്തിട്ട് വേറൊരു പ്രോഡക്റ്റ് അത് ഫ്രീ ആണെന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് ഫ്രീ ആണെന്ന് ഓക്കെ ഫ്രീ ആണെന്ന് പോട്ടെ, അത് പറഞ്ഞതിനെക്കാട്ടി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അതിനെക്കാട്ടി ഈ പ്രശ്നം എന്താ വെച്ചാൽ ആ പ്രോഡക്റ്റിന് അവർ പൈസ എടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് മറ്റേത് രണ്ടിനും പ്രൈസ് കൊടുത്തിട്ട് ഫ്രീ ആണെന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് പ്രൈസ് അവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കത് എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ എൻ്റെ പ്രൂഫും എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു, എല്ലാം ചെയ്തെങ്കിലും അതിന് നോ റെസ്പോൺസ്. അവരോട് പറയുന്നതെന്ന് പോലും പക്ഷേ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അതെനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഒരു ഫോൾട്ട് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ടിപ്സിയുടെ വേറെയും പ്രോഡക്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനൽ വീഡിയോസുണ്ട്, അതും ഒന്ന് പോയി കാണാം. അതിലൊന്നും ഞാൻ കുറ്റം കണ്ടെത്തില്ല. നല്ലപ്പോഴാണ്ട് ഇങ്ങനൊരു പറ്റലും എനിക്ക് പറ്റിയത്. കാരണം ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ഈ കാണുന്ന ഈ ഒരു സാധനമാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടാണ്. കാരണം ഇതാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇത് ഹാങ് ആൻഡ് ഔട്ട് ഗ്രൈൻഡ് സെറ്റിംഗ് പൗഡർ കാരമൽ ഫെറൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഞാനിതൊക്കെ വായിച്ച് നോക്കുന്നെങ്കിൽ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാം. ഞാനിത് റിയലായിട്ട് വോയിസ് കൊടുത്തതിനകത്ത്, വീഡിയോ എടുത്തതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പാക്കേജിങ് കണ്ടില്ല, നല്ല ലക്ഷറി ലുക്കിലുള്ള പ്രോഡക്റ്റും അതിൻ്റെ പാക്കേജിങ്ങും അതിൻ്റെ സെറ്റിങ്ങും എല്ലാം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറയാൻ അടിപൊളി. ഇതിൻ്റെ അവർ ഒറിജിനൽ പ്രൈസ് എടുത്തിട്ടാണ് മറ്റേതിന് രണ്ടിൻ്റെ ഒറിജിനൽ പ്രൈസിൽ പാതി പ്രൈസ് എടുത്തിട്ടാണ് മറ്റേത് രണ്ടും 465 തന്നത്. ഓക്കെ, ഫ്രീ പ്രോഡക്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് തന്നതെങ്കിൽ ഈ കസ്റ്റമറിന് കൊടുക്കുമ്പം ഒന്നെങ്കിൽ അവിടെ ഇതെന്തായാലും അവിടുത്തെ സ്റ്റാഫ്സ് ആയിരിക്കും ഇതൊക്കെ പാക്ക് ചെയ്യുന്നതല്ല കുഴപ്പം. പാക്ക് ചെയ്യുമ്പം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണെന്നും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്ക് കിട്ടിയ എക്സ്പയറി ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ച ഡേറ്റ് ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ പറയാം.
റിപ്പോർട്ട് ചെയ്യേണ്ട, വീഡിയോ എടുക്കേണ്ടത്. പക്ഷേ ഇതൊരു അബദ്ധം ഇനി പറ്റരുത്. കാരണം 23/10/2025 ഞാൻ, അതായത് ഒക്ടോബറിലാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എക്സ്പയറി ഡേറ്റ് അവർ കൊടുത്തേക്കുന്നത്, അതെനിക്ക് ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ഷോക്കിംഗ്. യൂസ് ബിഫോർ November 2025. ഇത് എങ്ങനെ ഞാൻ യൂസ് ചെയ്യാനാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇന്ന് നവംബർ ഏകദേശം പാതി ആവാറായി. ഒരു മാസം പോലും എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, കാരണം ഇത് ട്വിസ്റ്റ് ചെയ്യാം, പ്രോഡക്റ്റ് വേസ്റ്റ് ആവത്തില്ല, ഇതെല്ലാം ആണെങ്കിലും. പക്ഷേ ഇതുകൊണ്ട് എനിക്കൊരു യൂസ് ഇല്ല, കാരണം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് യൂസോ ഒന്നുമില്ല. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ, എന്താണ് വഴിയെന്ന് എനിക്ക് ഒരു പിടിയില്ല. അങ്ങനെയാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഫോൾഡ് ഇതിനകത്ത് ഞാൻ ഫുൾ ഹാപ്പി ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് വീഡിയോയിൽ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കിയതാണ്. നോക്കിയപ്പം ഇതാണ് ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ അവസാനം കാണിക്കാം. ഇത് ഞാൻ കള്ളം പറയാമെന്ന് നിങ്ങൾ തന്നെ പറയും, കാരണം ഞാൻ ഇവർക്ക് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ ഈ വീഡിയോ ഞാൻ വീഡിയോ ഇടണോ വേണ്ടതെന്ന് പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ബട്ട് നോ യൂസ്. കാരണം ഇതവർ ഒരു റെസ്പോണ്ടും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നുമില്ല, ഒന്നുമില്ല. എന്നാൽ ഒരു അപ്പോളജീസ് എങ്കിലും അതുപോലും ഇല്ലെന്നുള്ളതാണ് ഇതിലെല്ലാം നമുക്ക് സങ്കടം. കാരണം ഇത് ഫേസ് ഫുൾ അപ്ലൈ ആ മാസം എനിക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്കിത് ഒന്നിനും യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇതിലൊക്കെ വാങ്ങിക്കുന്നത്. എന്നാൽ മറ്റേത് രണ്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് അത്യാവശ്യം 2 years ഉണ്ട്. കാര്യം 2027 വരെ ഇതുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഓക്കെ ആയിട്ട് നമുക്ക്, കാരണം യൂസ് ബിഫോർ 11/27 ഇവർ പ്രത്യേകം ഇത് എഴുതിയിട്ടുണ്ട്. ബട്ട് ഇത് ഞാൻ എന്തോ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർ, അതേപോലെ ടിപ്സി ബ്യൂട്ടിയുടെ പ്രത്യേകിച്ച് ഞാൻ പറയാറ്, കംപ്ലയിൻ്റ് ഒന്ന് കൊടുക്കുമ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കസ്റ്റമർ ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരു പാക്കേജിങ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എക്സ്പയറി ഡേറ്റുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ദൈവത്തെ ഓർത്ത് കൊടുക്കാതിരിക്കുക. വേറൊരു ബ്രാൻഡും ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് 1 year എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് 1 year കൊണ്ട് അത് യൂസ് ചെയ്ത് തീർക്കണമായിരുന്നു. ഞാൻ യൂസ് ചെയ്തത് തീർക്കുകയും ചെയ്തു. പക്ഷേ ഇത് 1 year പോയിട്ട് ഒരു 6 month പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റത്തില്ല. എങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതിരിക്കുകയാണ്. റിട്ടേൺ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നാൾ ഞാൻ ഇരുന്നു. ദർ ഇസ് നോ റെസ്പോൺസ്. എന്താ പറയുക, ഒന്ന് ശ്രദ്ധിക്കുന്നത്, അവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു രീതിയിലാണ് ഈ വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അബദ്ധം ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയുക. എനിക്കറിയാൻ വേദിക്കുള്ളിൽ എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പം ഇതുപോലത്തെ വീഡിയോസിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും അബദ്ധം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ നിന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.